ഡൽഹിയിൽ ടൂർ പോയതൊക്കെ കൊള്ളാം. ടൂർ പോയതല്ല, നരേന്ദ്രമോദിയെ കാണുക, പ്രധാനമന്ത്രിയെ കാണുക, പ്രസിഡന്റിനെ കാണുക, വൈസ് പ്രസിഡന്റ്, അതെല്ലാം കൊള്ളാം. പക്ഷെ കഴിഞ്ഞിട്ട് എന്തേ വരാത്തെ? പരിപാടി കഴിഞ്ഞാൽ തിരിച്ചു വരണ്ടേ? കുറച്ച് പേര് അങ്ങോട്ട് പോയിരിക്കുകയാണ്, തിരിച്ചു വരണില്ല. ഈ ചെല്ലുന്ന മുമ്പ് ഈ പണി അവർ വിചാരിച്ചില്ലേ, ഇവർ വിചാരിച്ച് ഡൽഹിയിൽ ട്രെയിനിൽ പോകാം, സകല സ്റ്റേഷനിൽ നിന്നും ഈ എന്ത് കിട്ടും, സ്വീകരണമൊക്കെ കിട്ടും, നല്ല ഉപ്പുമാവും പുലാവൊക്കെ കഴിച്ച് മാലയും ലഡുവൊക്കെ കഴിച്ച് മാലയൊക്കെ ഇട്ട് അവിടെ ചെന്നിറങ്ങാം. അവിടെ ചെന്ന് നരേന്ദ്രമോദിയായിട്ടുള്ള സംസാരം, അവിടുത്തെ ഭക്ഷണം കഴിപ്പ്, പാർലമെൻറ്റ് കാണൽ, ഇങ്ങനെ ഒന്ന് സുഖിക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ മോദിയും BJP അല്ലേ കക്ഷികൾ 8ൻ്റെ പണി കൊടുത്തു ഇവിടുന്ന് പോയ കൗൺസിലർമാർക്കും ടീമുകൾക്കും. എന്താ കൊടുത്തിരിക്കുന്ന പണി? VV രാജേഷിനോടും ഡെപ്യൂട്ടി മേയറോടും കയറിപ്പൊക്കോളാൻ പറഞ്ഞു. ഞാൻ ആറ്റുകാൽ ഉത്സവം നടക്കുകയാണ്, അതിൻ്റെ റോഡ് ടാർ ചെയ്യണം, മറ്റൊരുപാട്, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ശിവൻകുട്ടി അടിച്ചുകൊണ്ട് പോകും, ഇലക്ഷൻ സമയമാണ്. അതുകൊണ്ട് VV രാജേഷും ആശാനാഥും ഇഞ്ഞ് കയറി വന്നു, ഫ്ലൈറ്റിൽ തന്നെ കയറി വന്നു. അവർ തിരുവനന്തപുരത്തെത്തി, ഇവിടെ ബൈറ്റൊക്കെ കൊടുത്തു. ബാക്കിയുള്ളവരോട് പറഞ്ഞു നിങ്ങൾ 10 ഗ്രൂപ്പായിട്ട് പിരിയാൻ പറഞ്ഞു. അവർ വിചാരിച്ച് ഡൽഹിയൊക്കെ അടിച്ച് കലക്കി ആഗ്രയിലൊക്കെ പോയിട്ടൊക്കെ വരാമെന്ന്. പറ്റത്തില്ല. ഡൽഹി BJP കേന്ദ്ര നേതൃത്വം പറഞ്ഞു നിങ്ങൾ 5 പേര് മുതലുള്ളപ്പോൾ 5 6 പേരുള്ള 10 ഗ്രൂപ്പ് ആവണം. എന്നിട്ട് കുറച്ച് പേര് ഇൻഡോറിൽ പോവുക, കുറച്ച് പേര് ഗോളിയറിൽ പോവുക, കുറച്ച് ഓരോ സ്റ്റേറ്റിലായിട്ട് പോവുക. എന്നിട്ട് അവിടെ എന്താണ് നടക്കുന്നത്, അവിടുത്തെ മുനിസിപ്പാലിറ്റികളിൽ എങ്ങനെയാണ് മാലിന്യം സംസ്കരിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് പട്ടിയെ പിടിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് അവിടെ വികസനം നടക്കുന്നത്, പിന്നെ ഗുജറാത്തിൽ പോയി ഡാഷ് ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാം പഠിക്കാനായിട്ട് പറഞ്ഞു വിട്ടിരിക്കുകയാണ് പാവങ്ങളെ. അങ്ങനെ സൂഹിക്കാമെന്ന് പറഞ്ഞ് ഡൽഹിയിൽ പോയിട്ട് വരാനിരുന്ന പാവങ്ങളെ മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. എന്തായാലും BJP ഇവരെ കൊണ്ടേ പോവുള്ളൂ. ഇതെല്ലാം കൂടെ പഠിച്ച് ഒരാഴ്ച കഴിയുമ്പോൾ ഇവിടെ വരുമായിരിക്കും. നമ്മളെ കാത്തിരിക്കുന്നത് ഈ അവിടെ ഡൽഹിയിൽ പോയി നരേന്ദ്രമോദി പറഞ്ഞു കൊടുത്തതും, നിതിൻ ബബിൻ പറഞ്ഞു കൊടുത്തതും, പിന്നെ JP നദ്ദ പറഞ്ഞു കൊടുത്തതും, പിന്നെ അതുപോലെ തന്നെ നഗരകാര്യ മന്ത്രി ഖട്ടാർ പറഞ്ഞു കൊടുത്തതും, മറ്റ് മന്ത്രിമാർ പഠിപ്പിച്ചതും, ഈ പോയി കണ്ടതും എല്ലാം കൂടെ വരുമ്പോൾ വലിയൊരു റിസോഴ്സായി. ഈ റിസോഴ്സ് എല്ലാം കൂടി തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന് വരുമോ, അതോ കണിയാർ കൊച്ചി പോയതുപോലെ, അല്ലെങ്കിൽ കൊല്ലത്ത് പോയതുപോലെ പോയേച്ച് വന്ന് കണ്ട് ഈ കിലയിലൊക്കെ പരിശീലനം നടക്കും. എന്തോരം പരിശീലനം എന്നറിയാമോ? ഒരു കാര്യമില്ല. പരിശീലനം കഴിഞ്ഞിട്ട് അവിടെ പോയി ചെയ്താലല്ലേ പഞ്ചായത്തിന് ജനങ്ങൾക്ക് വല്ല ഗുണം കിട്ടത്തുള്ളൂ. ഒരു കാര്യമില്ല എന്ന് പറയുന്ന പോലെ ആകാതെ ഈ പോയി കണ്ട് മനസ്സിലാക്കി അതിന്ന് നോട്ടെല്ലാം തയ്യാറാക്കി വന്ന്, ഇനിയിപ്പോൾ ഇൻഡോർകാരൊക്കെ ഇവിടെ വരുമെന്ന് പറഞ്ഞു, ഇൻഡോർ മേയറൊക്കെ ഇവിടെ വരുമെന്ന് പറയണം. ഇവർ കലക്കുമെന്നാണ് തോന്നുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ അത് കലങ്ങിപ്പോകരുത്. ഈ കലക്കലും കലങ്ങിപ്പോകലും രണ്ടാണ്. എന്തായാലും അവർ വരട്ടെ. വിവിധ സ്ഥലങ്ങളിൽ പോയിരിക്കുകയാണ്, പഠിച്ചുകൊണ്ട് അവർ വരും, ഇവിടെ മാതൃകകളുമായിട്ട് വരുമായിരിക്കും. അത് വന്ന് തിരുവനന്തപുരത്ത് എങ്ങനെ ഇത് നടപ്പിലാക്കും കോർപ്പറേഷനിൽ നമുക്ക് നോക്കാം. അങ്ങനെ വികസിത കോർപ്പറേഷൻ, വികസിത തിരുവനന്തപുരം ചെയ്തു കഴിഞ്ഞാൽ ഒരു വികസിത കേരളത്തിലേക്ക് അവർക്ക് പോകാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ തിരുവനന്തപുരത്തുകാർ കാത്തിരിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തെ ഇന്ത്യയിലെ 3 പ്രധാന നഗരങ്ങളിൽ, ബാക്കി 2 ഏതെന്ന് അറിയത്തില്ല, അത് രാജേഷിനെ അറിയാവൂ, 3 നഗരമെടുത്താൽ അതിലൊരു നഗരമാക്കി തിരുവനന്തപുരത്തിനെ മാറ്റും എന്നാണ് രാജേഷ് പറഞ്ഞിരിക്കുന്നത്. രാജേഷിൻ്റെ വാക്കുകൾ പൊന്നായിരിക്കട്ടെ.